ഈ സ്കൂളുമായിട്ട് പലതരത്തിൽ ബന്ധപ്പെട്ടതും നേരിട്ടുമല്ലാതെയും ഈ സ്കൂളിലെ അധ്യാപകരുമായിട്ടൊക്കെ ഇടപഴകിയവരുമൊക്കെ ഈ കൂട്ടത്തിലുണ്ടാവും. ഒരിക്കലും അവർ കാണാൻ ആഗ്രഹിക്കാത്ത കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ക്രമീകരണങ്ങളും ഉണ്ട്. 1 മണിക്കൂറാണോ ഇപ്പോൾ പൊതുദർശനത്തിന് നിശ്ചയിച്ചിരിക്കുന്നത് സജു? ഡോക്ടർ അരുൺകുമാർ, 1 മണിക്കൂറാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇങ്ങോട്ടേക്ക് മൃതദേഹങ്ങൾ ഇറക്കി കഴിഞ്ഞാൽ 1 മണിക്കൂറാണ് ദൃശ്യങ്ങളിൽ കാണാമെന്ന് ഞാൻ കരുതുന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ സാദിഖ് അലി തങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. സാദിഖ് അലി തങ്ങളുമായി സംസാരിച്ചതിന് ശേഷം അദ്ദേഹം അകത്തേക്ക് പോവുകയാണ്. കുഞ്ഞാലിക്കുട്ടിയുമായും അന്ന് അഭിവാദ്യം ചെയ്തതിന് ശേഷം അകത്തേക്ക് പോവുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇവിടെ പാങ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയിട്ടുള്ള പൊതുദർശന സ്ഥലത്തേക്ക് വിദ്യാഭ്യാസ മന്ത്രി കൂടി എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ വിവിധങ്ങളായ ദേശങ്ങളിൽ നിന്ന്, ഇതിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ നിന്നെല്ലാം അണമുറിയാതെ ഒഴുകി വന്ന നിരവധി മനുഷ്യർ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി കാത്തുനിൽക്കുകയാണ്. പ്രത്യേക ക്രമീകരണം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ രഞ്ജിത്ത് പറഞ്ഞുവല്ലോ, ഹിഷാം വരെ നീണ്ടു നിൽക്കുന്ന ഭൗതികദേഹങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയും ഇങ്ങോട്ടേക്ക് പൊതുദർശനത്തിനായി ഒരുക്കിയിട്ടുള്ള സ്ഥലത്തേക്ക് അദ്ദേഹം കൂടി എത്തുന്നുണ്ട്. നേരത്തെ ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകളുണ്ടായിരുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ ഇതിനകം കാണുന്നുണ്ടല്ലോ. ഈ ആംബുലൻസുകൾ ഇങ്ങോട്ടേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അതായത് ഈ പാങ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗ്രൗണ്ടിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇവിടെ ഈ പ്രദേശത്തു നിന്നെല്ലാം, അതായത് ഇത് വല്ലാത്തൊരു വികാര വായ്പോടുകൂടി എങ്ങനെ വിട നൽകും, അതെങ്ങനെ ഇപ്പോഴും ഉൾക്കൊള്ളുമെന്നറിയും. വിതുമ്പലോടെ ഇവിടെയുള്ള മനുഷ്യരെല്ലാവരും ഇവിടെ വന്ന് ഇങ്ങനെ കാത്തു നിൽക്കുന്നത് ആ അധ്യാപകർക്ക് വിട നൽകാൻ വേണ്ടിയാണ്. അത്രമേൽ ഉള്ളുലയ്ക്കുന്ന, അത്രമേൽ ഹൃദയത്തെ പൊള്ളിക്കുന്ന ഒരു വല്ലാത്ത വൈകാരിക സാഹചര്യമായി അത് പോകുന്നുണ്ട്. ഇങ്ങനെ ഒരു ദുരന്തം ഈ നാട് ഏറ്റുവാങ്ങേണ്ടി വരും എന്ന് സ്വപ്നേബി ധരിക്കാത്ത മനുഷ്യരാണ്. അവർക്കെല്ലാവർക്കും അതൊരു വല്ലാത്ത ഉള്ളുലയ്ക്കുന്ന, നടുക്കുന്ന ഒരു ഓർമ്മയായി അത് മാറുന്നു എന്നതാണ്. അതിന്റെ തെളിവുകൾ ഇവിടെയുണ്ട്.